നമസ്കാരം, ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ്. നമ്മൾ പതിവ് പോലെ അറിവിന്റെ ലോകത്തേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം. പറയൂ. നമ്മുടെ ഈ ചർച്ചകളും കഥകളും ഒക്കെ ഇഷ്ടപ്പെടുന്നവർ കഥാലോകം 360 എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കൂടുതൽ ആഴമുള്ള വിശകലനങ്ങൾ അവിടെയുണ്ടാകും. തീർച്ചയായും എല്ലാവരും ഓർക്കുമല്ലോ. ശരി, അപ്പോ ഇന്ന് നമ്മൾ ഏത് കഥയുടെ പിന്നാലെയാ പോകുന്നത്? ഇന്ന് നമ്മൾ ഗോകുലത്തിലെ ഒരു സൂപ്പർ സ്റ്റാറിന്റെ കഥയിലേ നോക്കുന്നത്. വെണ്ണക്കള്ളൻ കൃഷ്ണൻ. അതെ, കൃഷ്ണന്റെ ബാലലീലകളിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അറിയാവുന്നത് അല്ലേ, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ആ കുട്ടിക്കാലത്തെക്കുറിച്ച് കിട്ടിയ വിവരങ്ങൾ വെച്ചുള്ള ഒരു യാത്രയാണിത്. ഹൃദയസ്പർശിയായ ഒരു വിവരണം തന്നെയാണത്. യശോദ അമ്മയുടെയും നന്ദഗോപരുടെയും പൊന്നോമനയായി വളർന്ന ആ ഉണ്ണിക്കണ്ണൻ. അവന്റെ ആ വെണ്ണയോടുള്ളൊരിഷ്ടമുണ്ടല്ലോ, അടങ്ങാത്ത ഇഷ്ടം, അതിനെ ചുറ്റിപ്പറ്റിയുള്ള സംഭവങ്ങൾ, അതാണ് നമ്മളിന്ന് കുറച്ചുകൂടി ശ്രദ്ധിക്കുന്നത്. വെറുമൊരു കഥയല്ല, എന്താണ് ഇതിന്റെയൊക്കെ പിന്നിൽ എന്ന് നോക്കാം. ശരിയാണ്, തുടങ്ങാമപ്പോ. ഈ കഥകളൊക്കെ തുടങ്ങുന്നത് തന്നെ ഉണ്ണിക്കണ്ണന്റെ ആ ഒരു രൂപം വർണ്ണിച്ചുകൊണ്ടാണ്. ഗോകുലത്തിൽ അവനൊരു അത്ഭുതം തന്നെയായിരുന്നു എന്നാ പറയുന്നത്. ആ നീലമേഘവർണം, എപ്പോഴും കളിക്കുന്ന കണ്ണുകള്, പിന്നെ ആ ചിരി. അതെ, ചുണ്ടിലൊരു മായാത്ത കുസൃതി ചിരി. അവന്റെ ഓടക്കുഴൽ വിളി കേട്ടാൽ പശുക്കൾ വരെ സ്നേഹം കൊണ്ട് ചുരത്തും. ഗോപികമാർ പണിയൊക്കെ നിർത്തി അവനെ നോക്കി നിന്നുപോകും എന്നൊക്കെയാണ് പറയുന്നത്. എന്തൊരാകർഷണ ശക്തിയാണതല്ലേ! അതൊരു സാധാരണ കുട്ടിയുടെ സൗന്ദര്യമായിരുന്നില്ല. അല്ല, തീർച്ചയായും അതിലൊരു ദൈവികമായൊരു ആകർഷണമുണ്ടായിരുന്നു. ശരിയാണ്. പക്ഷേ ഈ കണ്ണന് ഒന്നിനോടൊരു പ്രത്യേക കൊതിയായിരുന്നു. അതാണ് വെണ്ണ. ഗോകുലത്തിലെ വീടുകളിൽ അന്നൊക്കെ നല്ല ചൂടാറാത്ത വെണ്ണ ഉറിയിലൊക്കെ വെച്ചിട്ടുണ്ടാവും. അന്നത്തെ രീതി അതായിരുന്നല്ലോ. പക്ഷെ അധിക നേരം അതവിടെ കാണില്ലായിരുന്നു. അപ്പോ ചോദ്യം വന്നു, ആരാണീ വെണ്ണ സ്ഥിരമായിട്ട് കൊണ്ടുപോകുന്നത്? ഗോകുലത്തിൽ അതൊരു സംസാര വിഷയമായി അല്ലേ? അതെ, യശോദ അമ്മയ്ക്കും പതിയൊരു സംശയം തോന്നിത്തുടങ്ങി. തന്റെ മോനാണോ ഇതിന്റെ പിന്നിൽ? ചോദിച്ചു കാണുമല്ലോ. ചോദിച്ചു. പക്ഷെ ചോദിക്കുമ്പോഴോ കണ്ണൻ ഭയങ്കര നിഷ്കളങ്കനായിട്ട്, അയ്യോ അമ്മേ, ഞാൻ വെണ്ണ എടുക്കാറേയില്ലല്ലോ എന്നൊരു പറച്ചിലുണ്ട്. എന്നിട്ടൊരു ഓട്ടവും. നിഷ്കളങ്കത കണ്ടാ പിന്നെ ആർക്കാ ദേഷ്യം വരിക? അതുതന്നെ. പക്ഷേ വെണ്ണ കാണാതാവുന്നത് തുടർന്നപ്പോ യശോദ വിചാരിച്ചു, ഈ കള്ളനെ കൈയോടെ പിടിക്കണം. എന്നിട്ടോ? അവര് വെണ്ണ വെക്കുന്ന മുറിയൊക്കെ നല്ലോണം പൂട്ടിയിടാൻ തുടങ്ങി. ശ്രദ്ധിച്ചു. പക്ഷെ നമ്മുടെ കണ്ണൻ അത്ര എളുപ്പം തോൽക്കുന്ന ആളല്ലല്ലോ. അല്ല. അവൻ കൂട്ടുകാരെയൊക്കെ കൂട്ടി, എന്നിട്ടൊരു പ്ലാനുണ്ടാക്കി. രാത്രി എല്ലാരും ഉറങ്ങിയപ്പോ പതുങ്ങിച്ചെന്ന് ഒരാളുടെ തോളിൽ മറ്റൊരാള് ചവിട്ടിക്കേറി. മനുഷ്യമതില് പോലെ. അതെ. എന്നിട്ട് ആ ഉയരത്തിൽ തൂക്കിയിരുന്ന ഉറിയിൽ നിന്ന് വെണ്ണക്കുടം പതുക്കെ താഴെ ഇറക്കി. കേൾക്കുമ്പോ തന്നെ ഒരു രസമില്ലേ? ഒരു കുട്ടിക്കുസൃതിയുടെ എല്ലാ ചേരുവകളുമുണ്ട്. ശരിയാണ്. എന്നിട്ട് വെണ്ണയെല്ലാം കഴിച്ചോ? പിന്നില്ലേ, വയറ് നിറയെ കഴിച്ചു. കൂട്ടുകാർക്ക് കൊടുത്തു. കളിയൊക്കെ കഴിഞ്ഞപ്പോ മുഖത്തും ദേഹത്തുമൊക്കെ വെണ്ണ പറ്റിയിട്ടുണ്ട്. കുറച്ചൊക്കെ താഴെ വീണ് ചിതറിയിട്ടുണ്ട്. തെളിവുകൾ ബാക്കിയായി. അതെ. പിറ്റേന്ന് രാവിലെ യശോദ മുറി തുറന്നപ്പോ കാണുന്നതെന്താ? ഒഴിഞ്ഞ വെണ്ണക്കുടം, തറയിലെ വീണ വെണ്ണത്തുള്ളികൾ, പിന്നെ ആ ചെറിയ കാലടയാളങ്ങൾ. അമ്മയ്ക്ക് കാര്യം കിട്ടി. യശോദയ്ക്ക് ദേഷ്യം വന്നു. എടാ കള്ളക്കണ്ണ എന്ന് വിളിച്ച് ഓടിച്ചെന്നാ പറയുന്നത്. ഒരു ഓട്ടം തന്നെയായി കാണും. അമ്മ ഓടിക്കുന്നു, കണ്ണൻ മുന്നിൽ ചിരിച്ചോണ്ട് ഓടുന്നു. അവസാനം യശോദ പിടിച്ചു. സത്യം പറ, നീയാണോ കട്ടത് എന്ന് ചോദിച്ചപ്പോ പതിവ് പോലെ, അയ്യോ ഞാനല്ല അമ്മേ. പക്ഷെ തെളിവുണ്ടല്ലോ മുഖത്ത്. അതെ, ആ ചുംപത്തും മുഖത്തും പറ്റിയ വെണ്ണയുടെ പാട് അവനെ ഒറ്റിക്കൊടുത്തു. അത് കണ്ടപ്പോ യശോദയുടെ ദേഷ്യമൊക്കെ പോയി. ചിരിച്ചോണ്ടവനെ വാരിയെടുത്ത് ഉമ്മ വെച്ചു എന്നാ പറയുന്നത്. അവിടെ സ്നേഹം ജയിച്ചു അല്ലേ? വാത്സല്യം. തീർച്ചയായും. പക്ഷെ കഥ അവിടെ തീർന്നില്ല. വേറൊരു സംഭവം. കണ്ണൻ വെണ്ണ മോഷ്ടിച്ച് കഴിക്കുക മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന കുരങ്ങന്മാർക്ക് എറിഞ്ഞു കൊടുക്കുന്നതും ഗോപികമാർ നേരിട്ട് കണ്ടു. അത് കുറച്ചു കൂടിപ്പോയി. അവർക്ക് സഹിക്കാൻ പറ്റില്ല. അവര് നേരെ യശോദയുടെ അടുത്തേക്ക് പോയി. യശോദേ, നിന്റെ മോൻ ഞങ്ങളുടെ വീടുകളിൽ കേറി വെണ്ണയെല്ലാം കട്ടുതിന്നുന്നു, കുടം വരെ ഉടയ്ക്കുന്നു. ഇത് സഹിക്കാൻ പറ്റുന്നില്ല. അതിന് വലിയ പരാതി തന്നെയാണല്ലോ. അതെ. ഇത് കേട്ടപ്പോ യശോദയ്ക്ക് ശരിക്കും വിഷമമായി. ഒരു പാഠം പഠിപ്പിക്കണമെന്ന് തോന്നി. അങ്ങനെയാണ് കണ്ണനെ പിടിച്ച് ഒരു ഉരലിൽ കെട്ടിയിടുന്നത്. പ്രസിദ്ധമായ സംഭവം. അതെ. പക്ഷെ ഇവിടെയാണ് കാര്യം മാറുന്നത്. ഇതൊരു സാധാരണ ശിക്ഷയായിരുന്നില്ല. ഇതും ഭഗവാന്റെ ഒരു ലീലയായിരുന്നു. അതെ, ലീല.
കളിയെന്നതിനപ്പുറം വലിയ അർത്ഥങ്ങളുള്ള ഒന്ന്. ശരിയാണ്. കാരണം ആ ഉരലും വലിച്ചുകൊണ്ടാണ് കണ്ണൻ നടന്നത്. എന്നിട്ട് വലിയ 2 മരങ്ങൾക്കിടയിലൂടെ പോകാൻ നോക്കി. ഉരല് ആ മരങ്ങൾക്കിടയിൽ കുടുങ്ങിപ്പോയി. എന്നിട്ട് കണ്ണൻ മുന്നോട്ട് ഒന്നൂടെ ആഞ്ഞു വലിച്ചു. അപ്പോ ആ 2 വലിയ മരങ്ങൾ ഭയങ്കര ശബ്ദത്തോടെ കടപുഴകി വീണു. അവിശ്വസനീയം. യഥാർത്ഥത്തിൽ നളകൂബരൻ, മണിഗ്രീവൻ എന്നു പേരുള്ള 2 യക്ഷന്മാർ ശാപം കാരണം മരങ്ങളായി നിൽക്കുകയായിരുന്നു. ഓഹോ, അങ്ങനെയാണോ? അതെ, അവർക്ക് ശാപമോക്ഷം കൊടുക്കാനാണ് ഭഗവാൻ ഈയൊരു ലീല കാണിച്ചതെന്നാ പറയുന്നത്. കണ്ടോ, ഒരു കുസൃതി, അതിനൊരു ശിക്ഷ എന്ന് തോന്നിയ സംഭവം എവിടെയാണ് ചെന്നെത്തിയത്? ശരിയാണ്, അതിലൊരു ദൈവീകമായ ഇടപെടലുണ്ടായിരുന്നു. അപ്പൊ ഈ കഥകളിൽ നിന്നൊക്കെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? കൃഷ്ണന്റെ കുസൃതി എന്ന് നമ്മൾ പറയുന്നതൊന്നും വെറും വികൃതികളായിരുന്നില്ല. അവ ഓരോന്നും ഓരോ ലീലകളായിരുന്നു. അതിലൊക്കെ വലിയ അർത്ഥങ്ങൾ ഒളിഞ്ഞിരുന്നു. ഈ വെണ്ണക്കള്ളന്റെ കഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഭഗവാൻ എന്നത് നമുക്ക് സ്നേഹിക്കാനും വാത്സല്യം കൊടുക്കാനും പറ്റുന്ന കുസൃതികളുള്ള ഒരു രൂപം കൂടിയാണ് എന്നാണ്. ആ വെണ്ണയോടുള്ള ഇഷ്ടം, ആ ലാളിത്യം കാണിക്കുന്നു. അതേസമയം ആ ഉരൽ വലിച്ചതും മരം മറിച്ചിട്ടതും അവന്റെ ദൈവീകതയും കാണിക്കുന്നു. രണ്ടും ചേർന്ന ഒരു രൂപം. അതെ, ആ വെണ്ണക്കള്ളനായ കൃഷ്ണൻ ഇന്നും നമ്മുടെ ഹൃദയങ്ങളിൽ ഒരു സ്നേഹത്തിന്റെ, കുസൃതിയുടെ പ്രതീകമായിട്ട് ജീവിക്കുന്നുണ്ട്. തീർച്ചയായും. ഇവിടെ നിങ്ങൾക്ക് ആലോചിക്കാനൊരു ചോദ്യം ഞാൻ തരാം. ഈ ബാലലീലാ കഥകൾ ഒരേ സമയം ദൈവവും അതേസമയം വളരെ മനുഷ്യസഹജവുമായ ഈ ഭാവങ്ങളെ എങ്ങനെയാണ് ഒരുമിച്ച് കൊണ്ടുപോകുന്നത്? നല്ല ചോദ്യമാണ്. ദൈവികതയെയും മനുഷ്യപ്രകൃതത്തെയും കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളെ ഇതെങ്ങനെയാവും സ്വാധീനിക്കുന്നത്? അതെ, ഇതൊന്ന് ആലോചിച്ചു നോക്കാവുന്നതാണ്. അപ്പോ ഇതുപോലുള്ള കൂടുതൽ കഥകളും അതിന്റെയൊക്കെ ആഴത്തിലുള്ള അർത്ഥങ്ങളും തേടിയുള്ള യാത്രകൾക്കായി കഥാലോകം 360 യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതെ, ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, അടുത്ത തവണ പുതിയൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. കാണാം. നന്ദി. നന്ദി.